കൊച്ചി നഗരത്തിന്റെ തിരക്കും ജീവിത വേഗതയും അടുത്തറിഞ്ഞുകൊണ്ടാണ് കൊച്ചിയിലെ ഒരു യങ് ബിസിനസ് ഗ്രാജുവേറ്റ് ആയ ഗോപി നഗരത്തിലെ ആദ്യത്തെ ഡീൽ സൈറ്റ് ആരംഭിച്ചത് പരിപ്പുവട.com. നഗരത്തിൽ ലഭ്യമാകുന്ന എല്ലാ ഓഫറുകളും നിങ്ങൾക്ക് പരിപ്പുവട.com-ലൂടെ ആദ്യം അറിയാം. പരിപ്പുവട ഇനി ചായയുടെ കൂടെയുള്ള ഒരു കടി മാത്രമല്ല. പരിപ്പുവട കൊണ്ട് നിങ്ങൾക്കിനി കൂറ്റൻ ഡിസ്കൗണ്ടുകൾ ലഭിക്കാൻ പോവുകയാണ്. പരിപ്പുവട.com ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാ ദിവസവും നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ ഡെയിലി അലർട്ടിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആയി രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡീൽ കണ്ടെത്തിയാൽ ഉടൻ സൈൻ അപ്പ് ചെയ്യാം. എന്നാൽ ഇനി ഒരു പരിപ്പുവടയായാലോ? പരിപ്പുവട.com ഒരു സോഷ്യൽ ബൈയിങ് വെബ്സൈറ്റ് ആണ്. നമ്മൾ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സിൻ്റെ ഡിസ്കൗണ്ട് ഡീൽസ് ഫീച്ചർ ചെയ്യും നമ്മുടെ വെബ്സൈറ്റ് വഴി. അപ്പോൾ നമ്മൾ മോർ ദാൻ 50 ടു അപ് ടു 90% ഡിസ്കൗണ്ട്സ് വരെ നമ്മൾ ഫീച്ചർ ചെയ്യാറുണ്ട്. അപ്പോൾ ഫോർ ദ പബ്ലിക് ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് ഡിസ്കൗണ്ട് ഓൺ ദർ ഫേവറേറ്റ് സർവീസസ്. ആൻഡ് മെർച്ചൻസിന് നമ്മളായിട്ട് ടൈപ്പ് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് നമ്മളൊരു ഫ്രീ ഓഫ് കോസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് കസ്റ്റമേഴ്സിനെ ഗെയിൻ ചെയ്യാനും ഒരുപാട് ബിസിനസ് ജനറേറ്റ് ചെയ്യാനും സെയിൽസ് ജനറേറ്റ് ചെയ്യാനും. അപ്പോൾ നമ്മളിപ്പോൾ 1 year 4 months ആയി നമ്മൾ ഓപ്പറേഷനായിട്ട്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ വഴി ഒരുപാട് വില കുറഞ്ഞ് അവരുടെ ഫേവറേറ്റ് സർവീസസ് കിട്ടാനുള്ള ഒരു മീഡിയം കൂടി ആയി മാറിയിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഒരു സോഷ്യൽ ബൈയിങ് പ്ലാറ്റ്ഫോം ആയിരുന്നു. സോ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സും ആൾക്കാരും എല്ലാവരും പരിചയമുള്ളവരൊക്കെ ചോദിക്കുമായിരുന്നു വൈ യു സ്റ്റാർട്ടഡ് ദിസ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ആർക്കും അറിയത്തില്ല, ഒരു പുതിയ കോൺസെപ്റ്റാണ്. ഹൗ വുഡ് യു മേക്ക് ഇറ്റ് എ ഹിറ്റ്? അപ്പോൾ അത് ഇറ്റ് വാസ് എ വാലിഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനൊരു വയബിൾ ബിസിനസ്സായിട്ട് മാറ്റാമെന്നുള്ളതിന് ഇതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് ദെൻ വെൻ വി സ്റ്റാർട്ടഡ് ആൻഡ് ഞങ്ങൾക്ക് ബിസിനസ്സുകൾക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി ദർ സംതിങ് ഇൻ ദിസ്. നമുക്കിതുകൊണ്ട് വി ആർ ഏബിൾ ടു ഹെൽപ്പ് സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ്സസ്. ആൻഡ് ഓൾസോ കസ്റ്റമേഴ്സിനും ഒരുപാട് ഇഷ്ടപ്പെട്ട് തുടങ്ങി ഞങ്ങളുടെ ഈ ഒരു വെബ്സൈറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിലെ കസ്റ്റമർ ഡേറ്റാബേസ് തന്നെ വളർന്ന് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ ഡീൽസിന് വേണ്ടി ഞങ്ങളെ വിളിച്ച് എൻക്വയറി ചെയ്യുമായിരുന്നു. ആൻഡ് ആദ്യമായിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വരെ നടത്തുന്നവരുണ്ടായിരുന്നു പരിപ്പുവട.com വഴി. ഞങ്ങളെ വിളിച്ച് എങ്ങനെ കാർഡ് യൂസ് ചെയ്യണം എന്ന് വരെ ചോദിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. നമ്മുടെ ഫസ്റ്റ് ഇയർ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് റിയലി എ സ്ട്രഗിൾ. നമ്മൾ സ്റ്റാർട്ട് ഓഫ് ചെയ്തപ്പോൾ ഒരു പുതിയ കോൺസെപ്റ്റ് നമ്മൾ ബിസിനസ് മെർച്ചൻസിനോട് സംസാരിക്കുമ്പോൾ തന്നെ ദേ ഡിഡ്ന്റ് ഹാവ് എൻ ഐഡിയ വാട്ട് വി വർ ടോക്കിംഗ്. വി സൗണ്ടഡ് വെരി ഫൂളിഷ് ഓർ ക്രേസി. ആൾക്കാർക്ക് അവർ നമ്മളോട് ചോദിക്കുക എന്താ ഇത്, നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ. അപ്പോൾ നമ്മൾ പക്ഷേ ലൈക്ക് ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു. മെയിൻലി പുതിയ ബിസിനസ്സുകളാണ്, അവർക്കൊരു വയബിൾ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ട് വെരി കോസ്റ്റ് എഫക്റ്റീവ് മീഡിയംസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് പുതിയ ബിസിനസ്സുകൾ എടുത്തു. അപ്പോൾ അത് കാരണം ബേസിക്കലി പുതിയ ബിസിനസ്സുകളാണ് ദേ ഹെൽപ്ഡ് us കിക്ക് ഓഫ് അവർ ബിസിനസ് കോൺസെപ്റ്റ്. അതുവഴി ഞങ്ങൾ പുതിയ ബ്രാൻഡ്സിനെ ടാർഗറ്റ് ചെയ്തു. ആൻഡ് ഓൾസോ ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അതിന് സ്ട്രഗിൾസ് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബിസിനസ്സ് ഞങ്ങൾക്ക് ക്യാഷ് ഹാൻഡിൽ ചെയ്യാൻ സമ്മതിക്കാത്ത വരെ അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞങ്ങളുടെ ഡീൽസ് സക്സസ്ഫുള്ളായി, ഒരുപാട് റിസൾട്ട് കൊടുക്കാൻ കഴിഞ്ഞു. വേർഡ് ഓഫ് മൗത്ത് മെയിൻലി ആൾക്കാർ പറഞ്ഞു തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരിപ്പുവട.com സംതിങ് അതിലെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാർ ഇൻക്വയർഡ് അബൌട്ട് അസ്, ആൾക്കാരോട് ചോദിച്ചു. അങ്ങനെ വി വർ ഗെറ്റിംഗ് കോൾസ് ആക്ച്വലി. ഫാമിലി സപ്പോർട്ട് വാസ് ദെയർ, ബട്ട് ദെൻ സ്റ്റിൽ അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും ഇത് കൊണ്ടുപോവുക എന്നൊക്കെയുള്ള ഒരു സംശയം ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഒരു ജോലി നോക്കിക്കൂടാ, ലൈക്ക് എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്തുകൂടാ, അല്ലെങ്കിൽ ഐ ക്യാൻ സപ്പോർട്ട് മൈ ഫാമിലി ബിസിനസ്, ആ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മളിപ്പോൾ കുറേ നാൾ കഴിഞ്ഞ് നമ്മളിപ്പോൾ കൺസിസ്റ്റൻ്റ്ലി ഇപ്പോൾ വർക്ക് ചെയ്ത് ഇതിലൊരു ഗെയിൻ ഉണ്ട്, സംതിങ് ഐ ഹാഡ് ബീൻ ഏബിൾ ടു ക്രിയേറ്റ് ഔട്ട് ഓഫ് പരിപ്പുവട.com എന്ന് അറിഞ്ഞപ്പോൾ ഫുൾ സപ്പോർട്ട് ഫാമിലി തരുന്നുണ്ട്. പരിപ്പുവട ഇനി ചായയുടെ കൂടെയുള്ള ഒരു കടി മാത്രമല്ല. പരിപ്പുവട കൊണ്ട് നിങ്ങൾക്കിനി കൂറ്റൻ ഡിസ്കൗണ്ടുകൾ ലഭിക്കാൻ പോവുകയാണ്. എന്നാൽ ഇനി ഒരു പരിപ്പുവടയായാലോ? ഗോപിയുടെ പരിപ്പുവട.com ക്ലിക്കായിട്ട് ഏതാണ്ട് 1 വർഷമാകുന്നു. എല്ലാ അർത്ഥത്തിലും കൊച്ചിയുടെ സ്വന്തം സൈറ്റ് എന്നതായിരുന്നു പരിപ്പുവടയുടെ പ്രത്യേകത. നഗരങ്ങളിൽ താമസിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഇത്തരം ഡീൽ സൈറ്റുകൾ നിത്യേന ഉപയോഗിക്കുന്നവരാണ്. എല്ലാ അർത്ഥത്തിലും സ്വദേശിയായിരുന്നു എന്നതാണ് പരിപ്പുവടയുടെ വിജയം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു വൈ ദ നെയിം പരിപ്പുവട എന്ന്. അപ്പോൾ ഇതൊരു ഫണ്ണി നെയിമാണല്ലോ, എന്തിനാ ഇങ്ങനെ പരിപ്പുവട എന്ന് ചൂസ് ചെയ്തത് വെൻ യു ആർ സെല്ലിംഗ് ഡീൽസ്?
അപ്പോൾ ഇപ്പോൾ നമ്മൾ കേരളയിൽ ഓൺലൈൻ ഇസ് ഓൺലി ഇവോൾവിങ് ആക്ച്വലി ഓൺലൈൻ ബിസിനസ്സസ്. അപ്പോൾ ഒരു കേരള ബ്രാൻഡ്, ഇപ്പോൾ കേരളയുടെ ഒറിജിൻ ബ്രാൻഡ് വേണമെന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരുകൾ ചിന്തിച്ചു. ഇറ്റ് ഡിൻ കം അപ്പ് ലൈക്ക് സർട്ടൻ പേരല്ലായിരുന്നു നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ കുറേ പേരുകൾ വന്നു. വെൻ ഐ ഡിസ്കസ് വിത്ത് മൈ ബ്രദർ, പെട്ടെന്നാണ് പരിപ്പട എന്ന് പേര് വന്നത്. എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ, ഇറ്റ് ക്യാൻ ഗോ വൈറൽ അല്ലേ. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് മീ ബ്രാൻഡിങ് വൈസ് ഓൾസോ പരിപ്പട എന്നുള്ള പേര് ടു ആൻ എക്സ്റ്റെൻറ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വൺ തിങ്. ആൻഡ് പീപ്പിൾ ലൈക്ക് ഹു ആർ യൂസിങ് അവർ വെബ്സൈറ്റ്, ദേ ലവ് ദ നെയിം. കുറേ പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്നൊക്കെ ആൾക്കാർ മേടിക്കുമോ, പരിപ്പടാന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്കൊരു മോശം തോന്നത്തില്ലേ. അപ്പോൾ പക്ഷേ സ്റ്റിൽ ഞങ്ങൾ സെല് ചെയ്ത ഡീൽസിൽ വാല്യൂ ഉള്ള കാരണം ആൾക്കാർ ഞങ്ങൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മുടെ വെബ്സൈറ്റ് കൂടുതലും ഇറ്റ് വാസ് കോമൺ എമംഗ് IT പ്രൊഫഷണൽസ്. അങ്ങനെ കൂടുതലും വെബിനോട് കൂടുതൽ അടുത്തുള്ളവർക്കൊക്കെ ആയിരുന്നു കൂടുതൽ ഞങ്ങളുടെ സൈറ്റ് സുപരിചിതം. പിന്നെ പതുക്കെ നല്ല ഡീൽസ് വന്ന് ആൾക്കാർ വേർഡ് ഓഫ് മൗത്ത് വഴി പലരോടും പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറേ എല്ലാ ഒരു ഏജ് ഗ്രൂപ്പിൻ്റെ ഇടയിലും ഞങ്ങൾ ആൾക്കാർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നോക്കുകയാണെങ്കിൽ പലർക്കും പല ഇൻട്രസ്റ്റ് ആണ്. ചിലവർക്ക് ഇപ്പോൾ ലേഡീസ് ഒക്കെ ആണെങ്കിൽ കൂടുതലും ഞങ്ങളുടെ സ്പാ ഡീൽസൊക്കെ പ്രിഫർ ചെയ്യുന്നവരാണ്. പിന്നെ ഫുഡ് ഡീൽസൊക്കെ വരുവാണെങ്കിൽ കൂടുതലും ഫാമിലി ഗെറ്റ് ടുഗദർ ഔട്ടിംഗ് ഒക്കെ ഞങ്ങളുടെ സൈറ്റ് വഴി കൂടുതലും ഡീൽസ് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സ് ദേ സാറ്റിസ്ഫൈഡ്, വെരി മച്ച് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഞങ്ങളുടെ ഓഫീസിൽ ആൾക്കാർ വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഡീൽസ് എപ്പോഴാണ് വരുന്നത്. ആൻഡ് ചിലർ ഞങ്ങളോട് സജസ്റ്റ് ചെയ്യും, നിങ്ങൾ ഇങ്ങനത്തെ ഡീൽസ് ചെയ്യുക, ഇങ്ങനത്തെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡീൽസാണ്. അപ്പോൾ ഞങ്ങളും കൂടുതലും കസ്റ്റമേഴ്സായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ലൈക്ക് പേഴ്സണലി ഇപ്പോൾ ഞാൻ ഒരു ഡീല് എടുക്കുകയാണെങ്കിൽ ഞാനിത് ബൈ ചെയ്യുമോ, ഞാനിത് മേടിക്കുമോ എന്നുള്ളത് ചിന്തിച്ചിട്ട് ഞങ്ങൾ ഏത് ഡീലും ഫീച്ചർ ചെയ്യാറുള്ളൂ സൈറ്റിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഫ് ലൈക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നൊരു ഡീലാണെങ്കിൽ ഒബ്വിയസ്ലി അത് വേറെ ആൾക്കും ഇഷ്ടപ്പെടണം എന്നുള്ള ഒരു ധാരണയാണ് നമ്മൾ ഓരോ ഡീലും നമ്മൾ ഫൈനലൈസ് ചെയ്ത് സൈറ്റിലിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ മെജോറിറ്റി ഓഫ് ഡീൽസ് നന്നായിട്ട് മൂവ്മെൻ്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുമുണ്ട് പ്ലാറ്റ്ഫോമിൽ, ആൾക്കാർക്ക് കാണാനും പറ്റും എത്ര പേര് മേടിച്ചു എന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു റിലയബിലിറ്റി ഫാക്ടറുമാണ്, ഇത്രയും പേര് മേടിച്ചിട്ടുണ്ട്, ഇറ്റ്സ് ലൈക്ക് എ പോപ്പുലർ ഡീൽ ഗോയിങ് ഓൺ. ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഡീൽസ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്കൗണ്ട്സ് അല്ല ആക്ച്വലി. അപ്പോൾ പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബിസിനസ്സുകാരോട് സംസാരിക്കുമ്പോൾ തന്നെ ചിലവർ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് തരും. അപ്പോൾ ഞങ്ങൾ കൂടുതലും സ്ട്രോങ്ലി സജസ്റ്റ് ചെയ്യുന്ന ഡീൽസാണ്. ഡീൽസ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ആൾക്കാർക്കത് കോമൺ മാനിന് അതൊരു സേവിങ് ആയിട്ട് തോന്നണം. അവരിപ്പോൾ കാശ് സ്പെൻഡ് ചെയ്യുമ്പോൾ അവർക്കതിൽ എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ കാശ് ലാഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന രീതിയിലുള്ള സർവീസസ് ആയിരിക്കും ഞങ്ങൾ ഫീച്ചർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ടൈഡപ്പ് ആയിട്ടുള്ള ബിസിനസ്സിനോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇന്നതൊക്കെയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതനുസരിച്ച് ഞങ്ങൾക്ക് നല്ല ഡീൽസും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കോമൺ മാനിന് അത് യൂസ്ഫുൾ ആവുന്നത് സേവിങ്സിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പേര് വീണ്ടും ഞങ്ങളുടെ സൈറ്റ് റെഫർ ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകൾ ഇത്രയും വില കുറച്ചിട്ട് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ അവർക്ക് ലാഭം ഉണ്ടാവും ഇതിനുള്ള ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വെബ്സൈറ്റിൽ ആക്ച്വലി വിലക്കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻ റിട്ടേൺ നമ്മൾ ഇത്രയും വില കുറച്ച് നമ്മുടെ വെബ്സൈറ്റ് വഴി ചെയ്യുമ്പോൾ ഇൻ റിട്ടേൺ നമ്മളൊരു വോളിയൂം കസ്റ്റമേഴ്സിനാണ് കൊടുക്കുന്നത്. അപ്പോൾ വോളിയൂം എന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് പുതിയ കസ്റ്റമേഴ്സിലേക്ക് റീച്ച് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി ഒരാൾക്ക് അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ നോട്ട് ഈവൻ എ പെനി ദേ ഹാവ് ടു സ്പെൻഡ്. ഇപ്പോൾ ഒരു രൂപ പോലും ഞങ്ങൾ മേടിക്കത്തില്ല അപ്ഫ്രണ്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഫീച്ചർ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇൻ റിട്ടേൺ ഞങ്ങൾ കമ്മീഷൻ ബേസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെയിൽ വെബ്സൈറ്റ് വഴി ഉണ്ടെങ്കിൽ അതിന് മാത്രം കമ്മീഷൻ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ്സുകൾക്ക് റിസ്ക് ഫ്രീ ആയിട്ട് അഡ്വർടൈസ് ചെയ്യാൻ പറ്റും. അവർക്ക് അപ്ഫ്രണ്ട് കോസ്റ്റ് ഒന്നും ബെയർ ചെയ്യാണ്ട് ഞങ്ങൾ വഴി ഫീച്ചർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്ക കേസുകളും നമ്മൾ കാണുന്ന പുതിയ ബിസിനസ്സുകൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഒരുപാട് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ടാകത്തില്ല ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇപ്പോൾ അവർക്ക് ഇപ്പോൾ പത്രത്തിൽ പരസ്യം ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് മീഡിയത്തിൽ പരസ്യം ചെയ്യുക. അപ്പോൾ അതാകുമ്പോൾ അതൊരു റിസ്ക്കാണ്. നമുക്ക് അറിഞ്ഞുകൂടാ എവിടെയെങ്കിലുമൊക്കെ പരസ്യം ചെയ്താൽ എത്രത്തോളം ആൾക്കാർ തിരിച്ചു വരും എന്നുള്ളത്. ഡൗൺ ദ റോഡ് പരിപ്പുഴ.com വേറെ സിറ്റീസിലോട്ട് മൂവ് ഔട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ഇവിടെ കൊടുത്തുകൊണ്ടിരുന്ന സേവിങ്സും കസ്റ്റമേഴ്സിന് കിട്ടിക്കൊണ്ടിരുന്ന നല്ല ഡീൽസും അതിൻ്റെ ഒരു ഫോർമാറ്റ്സൊക്കെ ഞങ്ങൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് നൗ വി ആർ ജസ്റ്റ് ഓർഗനൈസിങ് അവർ സെൽസ്. അപ്പോൾ ഡൗൺ ദ റോഡ് വിൽ ബി മൂവിങ് ഔട്ട് ടു അതർ സിറ്റീസ് ആസ് വെൽ. ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു മീഡിയം മാത്രമാണ്. നിങ്ങൾക്ക് മുന്നിൽ തിരഞ്ഞെടുക്കാൻ അനേകം കരിയർ ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പാഷനേറ്റായ സക്സസ്ഫുള്ളായ ന്യൂ തിങ്കേഴ്സിനെയാണ്. ഔട്ട് ഓഫ് ദ ബോക്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയയ്ക്കുക. ഔട്ട് ഓഫ് ദ ബോക്സ് @mbnews.in. അടുത്ത ആഴ്ച വീണ്ടും കാണാം.